പൂനെയിൽ നടന്ന ആഡംബര കാർ അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിന് അനാസ്ഥ സംഭവിച്ചിട്ടില്ലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. അതേസമയം നികൃഷ്ടമായ ഒരു കുറ്റകൃത്യത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മൃദുവായി വീക്ഷിച്ചുവെന്ന് ഫട്നാവിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിയുടെ പിതാവിനെ കോടതിയിൽ കൊണ്ടുവന്ന പോലീസ് വാനിനു നേരെ ജനരോഷം ആളിക്കത്തി. ഞായറാഴ്ച പുലർച്ചെയാണ് പൂനെ നഗരത്തിലെ കല്യാണി നഗറിൽ മദ്യലഹരിയിൽ 17കാരൻ ഓടിച്ച പോർഷെ കാർ 2 മോട്ടോർ ബൈക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ കൊണ്ടുവന്ന പോലീസ് വാനിന് നേരെ ജനരോഷം ആളിക്കത്തി. വിദ്യാർത്ഥിക്ക് മദ്യം നൽകിയ റെസ്റ്റോറന്റുകളുമായി ബന്ധപ്പെട്ട 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഡംബര കാർ അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ട വിഷയത്തിൽ പോലീസിന് അനാസ്ഥ സംഭവിച്ചിട്ടില്ലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. കേസ് അന്വേഷിക്കുന്ന പോലീസുകാരിൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകില്ലെന്നും ഫട്നാവിസ് വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിക്ക് പ്രത്യേക പരിഗണന നൽകിയതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിശിതമായി വിമർശിച്ചിരുന്നു. अमीर घर का 16 साल का 17 साल का बेटा पोर्श गाड़ी को शराब पी के चलाता है और 2 लोगों की हत्या करता है तो उसे कहा जाता है कि ऐसे लिख दो. ऐसे ट्रक ड्राइवर से बस ड्राइवर से क्यों नहीं लिखाते? എന്നാൽ രാഹുൽ ഗാന്ധി സംഭവത്തെ രാഷ്ട്രീയവത്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫട്നാവിസ് പ്രതികരിച്ചത്. श्रीमान राहुल गांधी इन्होंने जिस प्रकार का वक्तव्य किया है, वीडियो रिलीज किया है, मैं ऐसा मानता हूं कि इस घटना का राजनीतिकरण करने की ये बहुत ही ओछी कोशिश है, क्योंकि पुणे की घटना में पुलिस ने तुरंत कार्रवाई की. അതേസമയം നികൃഷ്ടമായ ഒരു കുറ്റകൃത്യത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മൃദുവായി വീക്ഷിച്ചുവെന്ന് ഫട്നാവിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. जुवेनाइल जस्टिस बोर्ड ने उसके ऊपर जो निर्णय दिया उसके ऊपर हमने भी आश्चर्य व्यक्त किया है, लेकिन पुलिस उस पर रुकी नहीं. ജാമ്യം ലഭിച്ച 17കാരനെ പ്രായപൂർത്തിയാകാത്ത നിലയിൽ വിചാരണ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഫട്നാവിസ് വ്യക്തമാക്കി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.